ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെബ്രുവരി 16 ഞായർ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന ധനഹായുടെ ഈ 7ാമത്തെ ഞായറാഴ്ച പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ശതാധിപൻ്റെ വിശ്വാസത്തിൻ്റെ ആ ഭാഗമാണ്. ഇന്ന് ഞായറാഴ്ചകൾ നമുക്ക് 4 വായനകൾ, ചില സ്ഥലങ്ങളിൽ അത് 3 വായനകളായിട്ട് നമ്മൾ വായിക്കും. ഇന്നത്തെ 1-ാം വായന നിയമാവർത്തന പുസ്തകം 14-ാം അധ്യായം 22-ാം വാക്യം തൊട്ട് 15-ാം അധ്യായം 4-ാം വാക്യം വരെയും, 2-ാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 5 മുതൽ 9-ാം വാക്യം വരെയും, ലേഖനം തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, തുടർന്ന് സുവിശേഷം മുമ്പ് സൂചിപ്പിച്ച മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗങ്ങളിലൂടെ നമ്മൾ നടത്തുന്ന യാത്രയാണ് ഞായറാഴ്ചത്തെ ബ്ലസ് 364. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞ് നമുക്കറിയാം, സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് നല്ല ധാരണയുണ്ട്. പുതിയതായിട്ട് ഫീഡ് മൈ ഷീപ്പ് ഫോളോ ചെയ്ത് തുടങ്ങിയവരുടെ ശ്രദ്ധയിലേക്കാണ്. ഇടദിവസങ്ങളിൽ നമ്മൾ ഈ സുവിശേഷ ഭാഗവും ചിലപ്പോഴൊക്കെ ലേഖന ഭാഗവും കൂടെ ചേർത്ത് ചെറിയൊരു വ്യാഖ്യാനം നൽകും. ഞായറാഴ്ചകളിൽ കഴിവതും നമ്മൾ ഈ 4 വായനകളിലൂടെ ഒരു യാത്ര നടത്തും, ത്രെഡ് കണ്ടെത്തും. ഈ 4 വായനകളെ കണക്ട് ചെയ്യുന്ന ഒരാശയത്തെ, അത് രക്ഷാകര ചരിത്രത്തിലെ ഒരാശയത്തെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുമിച്ച് ശ്രമിക്കും. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ ചിലപ്പോൾ 1-ാം വായന തുടങ്ങി 2, 3, 4 എന്ന രീതിയിൽ പോകും. ഇന്നിപ്പോൾ നമ്മൾ സുവിശേഷത്തിലെ ഒരു ചിന്തയാണ് ധ്യാനിച്ചു തുടങ്ങുന്നത്. ബൈബിൾ എടുക്കാം. കഴിവതും ബൈബിൾ എടുത്ത് എന്നോടൊപ്പം ഈ യാത്രയിൽ പങ്കുചേരാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഈ ശതാധിപൻ തൻ്റെ ഭൃത്യനു വേണ്ടി കർത്താവിൻ്റെ പക്കൽ വന്ന് യാചിക്കുന്ന ഭാഗമാണ്. കർത്താവെ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് അവന് വേണ്ടി വന്ന് ഇൻ്റർസെഷൻ നടത്തുകയാണ്, മാധ്യസ്ഥ്യം വഹിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ പ്രതികരണം, ഞാൻ വന്നവനെ സുഖപ്പെടുത്താൻ പറയുന്നു, അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ വീട്ടിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല. നമ്മുടെ ലത്തീൻ കുർബാനയിലെ പരിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിന് തൊട്ട് മുമ്പുള്ള ആ ക്ലാസിക്കൽ പ്രയർ ഒരുപാട് പേര് പറയും, എത്ര ഹൃദ്യമാണ് ആ പ്രാർത്ഥന. അതായത് ദിവ്യകാരുണ്യ സ്വീകരണം തൊട്ട് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ആ ക്ലാസിക്കൽ റെസ്പോൺസ് നടത്തി അപ്പോൾ ഈശോ പറയുന്ന അതിന് എക്സ്പ്ലനേഷനായിട്ട് അദ്ദേഹം പറയുന്നതിന്, അധികാരത്തിന് ഞാൻ കീഴ്പ്പെട്ട എൻ്റെ കീഴിലും ആളുകളുണ്ട്, അപ്പോൾ ഞാൻ അവരോട് വരാൻ പറയുമ്പോൾ അവർ വരും, പോകാൻ പറയുമ്പോൾ അവർ പോകും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് ശതാധിപൻ. നമ്മൾ നമ്മുടെ മെയിൻ ത്രസ്റ്റ്, ഇന്നത്തെ നമ്മുടെ വ്യാഖ്യാനങ്ങളുടെ ധ്യാനത്തിൻ്റെ മെയിൻ ഫോക്കസ് 2 ചിന്തകളാണ്. മുകളിലുള്ളവനോടും താഴെയുള്ളവരോടും നമ്മൾ എടുക്കേണ്ട നിലപാട്. അതായത് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് മുകളിൽ ഒരാളുണ്ട്, അതെപ്പോഴും ഓർമ്മ വേണം. ആരാണ് മുകളിലുള്ളവൻ? ഒടയതമ്പുരാൻ, ദൈവത്തോടും താഴെയുള്ളവർ. ആ പ്രയോഗം അത്ര നല്ലതല്ല. താഴെയുള്ളവർ എന്ന് പറയുന്നത് ആർക്കും താഴെയും മുകളിലുമല്ല. പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെക്കാൾ ബലഹീനർ, നിസ്സാരർ എന്ന് കരുതാവുന്നവർ, അവരോട് നമ്മൾ പുലർത്തേണ്ട നിലപാട്. ഈ 2 നിലപാടുകളാണ് ഇന്നത്തെ ധ്യാനം. ശരിക്കും പറഞ്ഞാൽ ഒരേ സമയം ദൈവത്തിങ്കലേക്കും സഹോദരങ്ങളിലേക്കും നമ്മുടെ ചിന്തയെ, നമ്മുടെ നോട്ടത്തെ എത്താൻ സഹായിക്കുന്ന ധ്യാനമാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തോടുണ്ടാകുന്ന നിലപാട് എന്താ? എപ്പോഴും ദൈവത്തോടുണ്ടാകേണ്ട നിലപാട് ഈ ശതാധിപൻ ഈശോയോട് പറഞ്ഞതാണ്. 9-ാമത്തെ വാക്യം, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, എൻ്റെ ദാസൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അവനത് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം അറിയാമോ? ഓൺ ഹിസ് കമാൻഡ് someone else ഈസ് വർക്കിംഗ് ഫോർ ഹിം. അതുപോലെയാണെങ്കിൽ, അപ്പോൾ ഈശോയോട് പറഞ്ഞു കേൾപ്പിക്കുന്ന എന്താ? അതുപോലെ എൻ്റെ ഭൃത്യന്മാർ എൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുന്നോ അതുപോലെ ഇതാ ഞാനും എൻ്റെ കുടുംബവും അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു, ഓ ലോർഡ്, നാഥ. അതായത് കർത്താവിനോട് നമുക്കുണ്ടാകേണ്ട നിലപാട്, എനിക്ക് മുകളിലുള്ളവനോട് ഉണ്ടാകേണ്ട നിലപാട്, അവൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് ഞാനെന്ന വിചാരം എപ്പോഴും ഉണ്ടാകണം. കർത്താവേ, നിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ്, നിൻ്റെ കരത്തിൻ്റെ കീഴിലാണ് ഞാൻ നിൽക്കുന്നത്
എന്ന വിചാരം എപ്പോഴും ഉണ്ടാകണം. ശരിക്കും ഇത് ചിന്തിച്ച് മനസ്സിലാക്കിക്കേ. ദൈവത്തോട് നമുക്കുണ്ടാകേണ്ട നിലപാട്, ദൈവമേ നിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് ഞാൻ നിൽക്കുന്നത്. 2, നമുക്ക് താഴെയുള്ളവരോട്, മുകളിലുള്ളവനോടുള്ള നിലപാടാണിത്. താഴെയുള്ളവരോട് നമുക്കുണ്ടാകേണ്ട നിലപാട് എന്താ? ആർദ്രത, കരുണ, അവരെക്കുറിച്ചുള്ള കൺസേൺ. അതിൻ്റെയും ഉദാഹരണം ആരാ? ശതാധിപൻ തന്നെയാണ്. ഇതേ ശതാധിപൻ എന്താ അത്? തൻ്റെ ഭൃത്യനു വേണ്ടി അവൻ ഈശോയുടെ പക്കൽ സഹായം ചോദിച്ചു വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം തൻ്റെ വീട്ടിൽ വേല ചെയ്യുന്നവനോട് അവൻ കാണിക്കുന്ന ആർദ്രതയുടെ, കരുണയുടെ ലക്ഷണമാണത്. ഈശോയുടെ പക്കൽ വന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ ആ ഭൃത്യനു വേണ്ടി എന്തോരം പണിപ്പെട്ടിട്ടുണ്ടായിരിക്കണം, ചികിത്സകൾ പലത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കണം. അതൊക്കെ വൃഥാവിലായപ്പോഴായിരിക്കും ഇപ്പോൾ പരിഹാരം ഉറപ്പുള്ള ഒരുവൻ്റെ അടുത്തേക്ക് അവൻ പ്രാർത്ഥനയുമായി എത്തുന്നത്. എ ജെൻറ്റൈൽ മാൻ, വിജാതിയൻ ഉടയവനെ തേടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 1-ാം വായന എടുക്കാം. 1-ാം വായന നിയമാവർത്തന പുസ്തകം 14-ാം അധ്യായം. നിയമാവർത്തന പുസ്തകം ബൈബിൾ എടുക്കുക. നിയമാവർത്തനം 14-ാം അധ്യായം 22 മുതൽ 15-ാം അധ്യായം 4 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങൾ: മുകളിലുള്ളവനോട് ഉണ്ടാകേണ്ട നിലപാട്, താഴെയുള്ളവരോട് ഉണ്ടാകേണ്ട നിലപാട്. മുകളിലുള്ളവനോട് ഉണ്ടാകേണ്ടത്, ഞാൻ നിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് കർത്താവേ എന്നേറ്റു പറയുന്ന നിലപാട്. ആ നിലപാടിനെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വർഷം തോറും നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം മാറ്റിവെക്കണം. നിന്റെ സമൃദ്ധിയിൽ നിന്ന് ദശാംശം 10-1 മാറ്റിവെച്ച് ഇതെന്ത് ചെയ്യണം? നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവിടുത്തെ മുന്നിൽ വെച്ച് നിന്റെ ധാന്യങ്ങളുടെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെ കടിഞ്ഞൂലും നീ ഭക്ഷിക്കണം. ദൈവമായ കർത്താവ് നിന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം നിനക്ക് ദശാംശം കൊണ്ടുപോകാൻ സാധിക്കാത്ത ദൂരെയാണെങ്കിൽ നീ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ഫലങ്ങൾ വിറ്റ് അതുമായിട്ട് പള്ളിയിലേക്ക് വരണം. പഴയ നിയമത്തിൽ ഇഷ്ടം പോലെ കാണുന്നതാണ്. ദേവാലയത്തിലേക്ക്, കർത്താവിൻ്റെ നാമം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന, അവിടുന്ന് വസിക്കുന്ന കർത്താവിൻ്റെ ആലയത്തിലേക്ക് നീ ദശാംശവുമായി വരണം. എന്താ അത്? രാജാവിന് കരം കൊടുക്കുന്നത് പോലെയാണ്. രാജാവിന് കരം കൊടുക്കുന്നത് പോലെ നിന്റെ മെച്ചത്തിൻ്റെ പങ്ക് നീ കർത്താവിന് കൊടുക്കുമ്പോൾ, രാജാവിന് കരം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഏറ്റു പറയുന്നു, യു ആർ ദ റൂളർ. ഇവിടെ സർക്കാരിന് ടാക്സ് അടയ്ക്കുന്നത് എന്തിനാണ്? നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് അധികാരികൾക്ക്, അധികാരത്തിന്, ആ സംവിധാനത്തിന് നമ്മൾ എൻ്റെ മെച്ചം കൊടുക്കുകയല്ലേ? കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ. ആർക്കും ഒരു പരാതിയില്ലല്ലോ. ടാക്സ് ഒക്കെ ഓരോ ബജറ്റിലും ടാക്സിന് വ്യത്യാസങ്ങളൊക്കെ വരുമ്പോഴും കേട്ടിരിക്കാം എന്നുള്ളതല്ലാതെ നമുക്ക് പരാതി പറയാൻ പറ്റില്ലല്ലോ. കാരണം ദേ ആർ ദ റൂളേഴ്സ്. അധികാരം അവരുടെ കരങ്ങളിലാണ്. അപ്പം നമ്മൾ ഓഹരി കൊടുത്തേ പറ്റൂ. അപ്പോൾ ദൈവത്തോടുണ്ടാകുന്ന നിലപാട്, ദൈവമേ നീയാണ് ഏറ്റവും ഉടയവൻ, നീയാണ് അധികാരി, നിനക്കിതാ എൻ്റെ പങ്ക്, എൻ്റെ അധ്വാനത്തിൻ്റെ, എനിക്ക് നീ നൽകിയ സമൃദ്ധിയുടെ പങ്ക് ഞാൻ തിരികെ ഏൽപ്പിക്കും. ദശാംശം കൊടുക്കുന്ന രീതി കർത്താവിൻ്റെ അധികാരത്തെ ഏറ്റുപറയലാണ്. ദശാംശം കൊടുക്കുന്ന രീതി കർത്താവിൻ്റെ അധികാരത്തെ. അതുകൊണ്ട് ദേവാലയത്തിലേക്ക് ദശാംശം കൊണ്ടുവരണം. അതിനെ നിങ്ങൾ പിരിവായിട്ട് വ്യാഖ്യാനിക്കരുത്. അത് പിരിവല്ല. ഒത്തിരി പേരുണ്ട് അത് ചെയ്യുന്നത്, എനിക്കറിയാം. എനിക്ക് പേഴ്സണലി അറിയാവുന്ന, എന്നോടതിനെക്കുറിച്ച് പറയുന്ന, എന്നെ തന്നെ ഏൽപ്പിക്കുന്ന, ദശാംശം കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്. 10-1 ദേവാലയത്തിനും ദൈവ ശുശ്രൂഷകർക്കും ആ ദൈവിക കാര്യങ്ങൾക്കുമായി മാറ്റി. ചിലർ ചോദിക്കും, ഇത് പാവം കൊടുത്താൽ പോരെ, പാവം കൊടുത്താൽ പോരെ. അപ്പം ഈ ലോജിക്ക് അപ്ലൈ ചെയ്തേ. എന്തിനാണത് ദൈവത്തിനും ദേവാലയത്തിനും കൊടുക്കാൻ ബൈബിൾ ആവർത്തിച്ച് പറയുന്നത്? അധികാരിയെ തിരിച്ചേൽപ്പിക്കുകയാണ്, ഉടയവനെ തിരിച്ചേൽപ്പിക്കുകയാണ്, അവൻ്റെ അധികാരത്തെ ഏറ്റുപറയുകയാണ്. പലർക്കും ഒരു ചിന്തയുണ്ട്, ഞാൻ ഇതിനോട് ചേർന്ന് അതും കൂടെ ഒന്ന് കൊണ്ടുവരുന്നതേ ഉള്ളൂ. പലർക്കും ഒരു ചിന്തയുണ്ട്, അച്ചോ പാവങ്ങൾക്ക് കൊടുത്താൽ പോരെ, ഇതൊക്കെ എന്തിനാ ഈ പള്ളി കൊണ്ട് കൊടുക്കുന്നത്? പള്ളിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, പള്ളിയൊക്കെ ഭയങ്കര സമൃദ്ധിയല്ലേ, ഇഷ്ടം പോലെ കാശല്ലേ, കാശ് കൂടിയിട്ടല്ലേ ഈ അടിയും ബഹളമൊക്കെ ആയത് എന്ന് വളരെ ജെന്യുവിനായിട്ട് ചോദിക്കുന്ന മനുഷ്യരുണ്ട്. ആ തോട്ട് വളരെ അട്രാക്റ്റീവാണ്. നമ്മളിൽ പലരും ആ ചിന്തയുടെ പ്രലോഭനത്തിൽ വീണു പോകാൻ സാധ്യതയുമുണ്ട്. പള്ളിക്ക് കൊടുക്കേണ്ട കാര്യമുണ്ട്, പാവങ്ങൾക്ക് കൊടുത്താൽ പോരെ, അത് അതുങ്ങൾക്കല്ലേ ആവശ്യം. അത് സങ്കടപ്പെടുന്ന കണ്ടില്ലേ? ശ്രദ്ധിക്കുക. പാവങ്ങൾക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പാവങ്ങൾക്ക് എൻ്റെ സ്വത്തിൻ്റെ പങ്ക് കൊടുക്കണം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകാൻ സഹായമായത് ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ സംവിധാനത്തിലൂടെയാണ് നമുക്ക് ഇത്തരം അറിവുകൾ കൂടുതലായി ലഭിച്ചത്. ഇനി ഒരു തലമുറ വരും, ആ തലമുറയ്ക്ക് പാവങ്ങൾക്ക് ഉള്ളതിൻ്റെ പങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ സംവിധാനം ഇവിടെ തുടർന്നേ പറ്റൂ. ഇവിടെ ഒരു പള്ളി ഉണ്ടാകണം, ഇവിടെ ഒരു പള്ളി ഉണ്ടാകണം, അത് തുടരണം.
കർത്താവിൻ്റെ നാമം സ്ഥാപിക്കപ്പെട്ട ഇടം, കർത്താവ് വസിക്കുന്ന ഇടം ഇവിടെ തുടരണം. ഇത് ഷുഡ് കണ്ടിന്യൂ. അതിന് നമ്മൾ കൊടുക്കണം. അപ്പോൾ കർത്താവിന് കൊടുക്കുന്നത് ചാരിറ്റി അല്ല, അധികാരത്തെ ഏറ്റുപറയലാണ്. ചാരിറ്റി അടുത്തതാ എന്താ? മറ്റുള്ളവരോട് കാണിക്കേണ്ട ആർദ്രത. മുകളിലുള്ളവനോടും താഴെയുള്ളവരോട്, മുകളിലുള്ളവനോട് അധികാരം ഏറ്റുപറയണം, അധികാരത്തിന് കീഴിൽ നിൽക്കണം. 1-ാം വായന പറയുന്നു ദശാംശം കൊടുക്കണം. ഇനി ബലഹീനരോട്, നിസ്സാരരോട് നമ്മൾ പുലർത്തേണ്ട കരുണ എന്താണ്? 27-ാമത്തെ വാക്യം, നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന ലേവ്യരെ അവഗണിക്കരുത്, എന്തെന്നാൽ നിനക്കുള്ളതുപോലെ ഓഹരിയോ അവകാശമോ അവർക്കില്ല. താഴെ 29-ാമത്തെ വാക്യം, നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവുമില്ലാത്ത ലേവ്യരും പരദേശികളും അനാഥരും വിധവകളും വന്ന് അവ ഭക്ഷിച്ച് തൃപ്തിയടയട്ടെ. അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. അതായത് ഈ ദശാംശം ആത്യന്തികമായി എത്തുന്നത് ആരിലേക്കാണെന്ന് കാണിക്കുകയാണ്. പള്ളിയിൽ വന്ന് ഇത് പാകം ചെയ്യണം. അത് ആരിലേക്ക് എത്തിക്കണം? വിധവകളിലേക്ക്, ലേവ്യരിലേക്ക്, ബലഹീനരിലേക്ക് എത്തിക്കണം. എന്താ കാര്യം? കരുണയുടെ സമീപനം, കരുണയുടെ മനോഭാവം. ലേവ്യരെങ്ങനെ ഉൾപ്പെട്ടത്? അതായത് ഇസ്രായേലിൻ്റെ 10-12 ഗോത്രങ്ങൾക്ക് ദേശം വീതം വെച്ചപ്പോൾ ലേവ്യർക്ക് ഓഹരിയില്ല. ലേവ്യരാരാ? പുരോഹിത ഗണം, അല്ലെങ്കിൽ ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന ഗോത്രം. അതാണ് ലേവ്യർ. ലേവ്യർക്ക് എന്താ ഓഹരി കൊടുക്കാത്തത്? ലേവ്യർക്ക് ഓഹരി കൊടുക്കാത്തതിൻ്റെ കാരണം കർത്താവാണ് അവരുടെ ഓഹരി. കർത്താവാണ് അവരുടെ ഓഹരി. അപ്പോൾ കർത്താവിങ്കിലേക്ക് എത്തുന്നതിൻ്റെ പങ്ക് അവരിലേക്ക് എത്തുകയാണ്. അതാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മുകളിലുള്ളവനോട് അവൻ്റെ അധികാരത്തെ ഏറ്റുപറയണം, അധികാരത്തിന് കീഴ്പ്പെടണം. ബലഹീനരോട് കരുണ കാണിക്കണം, ആർദ്രത കാണിക്കണം, ഉള്ളതിൻ്റെ പങ്ക് അവർക്ക് വേണ്ടി കൂടെ പങ്കുവയ്ക്കണം. ഇനി എടുക്കാം അടുത്ത വായന. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ 42, 5 മുതൽ 9 വരെ. ഇവിടെ യെശയ്യാ പ്രവാചകനിലൂടെ ഈ അധികാരത്തെ കൃത്യമായി ഏറ്റുപറയുകയാണ്. അധികാരത്തെ, ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് കർത്താവ്. ഐ ആം ദ ലോർഡ്, ഐ ആം ദ ലോർഡ്. ഞാനാണ് കർത്താവ്, എല്ലാറ്റിൻ്റെയും ഉടയവൻ ഞാനാണ്. ഇനി 7-ാമത്തത്, അന്തർക്ക്. അപ്പോൾ എല്ലാറ്റിൻ്റെ ഉടയവൻ എന്താ? അധികാരം വെളിപ്പെടുത്തുകയാണ് കർത്താവ്. പിന്നെ 2-ാമത്തത് പാപങ്ങളോട്. 7-ാമത്തെ വാക്യം, അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്ന്, അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ അധികാരത്തെ നീ ഏറ്റുപറഞ്ഞിട്ട് നീ തിരിയേണ്ടത് സാധുക്കളിലേക്ക്, നിസ്സാരരിലേക്ക് തിരിയണം. ഇനി അടുത്തത് തിമോത്തിയോസിനുള്ള 1-ാം ലേഖനം. തിമോത്തിയോസിനുള്ള 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 17-21 വരെയുള്ള വാക്യങ്ങൾ. 1 തിമോത്തി 6-ാം അധ്യായം 17 മുതൽ 21 വരെ. വീണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നവരോട്, അത് ധനവാനാകാം, ശതാധിപനാകാം, അല്ലെങ്കിൽ നേതാവാകാം, സമൂഹത്തെ നയിക്കുന്നവരാകാം, അവരോടൊക്കെയായിട്ട് പൗലോസ്ലീഹ പറഞ്ഞു കൊടുക്കുകയാണ്. 1 തിമോത്തി 6:7, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും, നിനക്ക് ദൈവം നൽകിയ സമ്പത്തിൻ്റെ പങ്ക് നിനക്കെല്ലാം നൽകിയ ദൈവത്തിന് അർപ്പിക്കാനും നീ ഉദ്ബോധിപ്പിക്കുക. എന്നിട്ട് അവർ നന്മ ചെയ്യണം, സത്പ്രവർത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളുമായിരിക്കണം. വിശാല മനസ്കരും ഉദാരമതികളുമായിരിക്കണം എന്ന് വെച്ചാൽ എന്താ? വീണ്ടും താഴോട്ട നോട്ടം. നിസ്സാരരിലേക്ക് ഉദാരമതിയായി നീ കൊടുക്കാൻ പഠിക്കണം. ഈ 2 ചിന്ത മുഴുവൻ 4 വായനകളിലും, ഇന്നത്തെ 4 വായനകളിലും കോർത്തിണക്കുന്ന ത്രെഡായി കിടക്കുന്ന ഈ 2 ചിന്ത നമുക്കും ടു ബി എ ബെറ്റർ ക്രിസ്ത്യൻ. ഒരു വശത്ത് ദൈവാരാധനയുടെ ശൈലിയാണ്, ഇപ്പുറത്ത് ആ ദൈവാരാധനയിൽ ഊന്നിയ പരസ്നേഹത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ, ചാരിറ്റിയുടെ ഒരു മാനമാണ്. ഇത് 2ഉം നമ്മളിൽ പ്രോപ്പറായി ബ്ലെൻഡ് ചെയ്യപ്പെടട്ടെ. 2ഉം ദൈവത്തിന് ഉടയവന് ആരാധന ഏറ്റുപറ. ആരാധന മുമ്പ് പറഞ്ഞ എൻ്റെ സമയത്തിൻ്റെ, സമ്പത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, കഴിവിൻ്റെ പങ്ക്, ദശാംശം കർത്താവിനായി കൊടുക്കുമ്പോൾ അധികാരത്തെ ഏറ്റുപറയുകയാണ്. ചുങ്കം കൊടുക്കുന്നത് പോലെയാണ്, ടാക്സ് കൊടുക്കുന്നത് പോലെയാണ്.
കർത്താവിന് ദശാംശം കൊടുക്കേണ്ടത്. രണ്ടാമത്തത്, എല്ലാം നൽകിയ കർത്താവ് എന്നോടൊപ്പം സൃഷ്ടിച്ച സഹോദരങ്ങളിലേക്ക് എൻ്റെ സമ്പത്തിൻ്റെ ഒരു പങ്ക് നൽകണം. അവരുടെ കരുണയുണ്ടാകണം, ആർദ്രതയുണ്ടാകണം. അവരെ കർത്താവിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആർദ്രത, കരുണയുടെ സമീപനം. അങ്ങനെ വരുമ്പോഴുള്ള ഗുണം, ഈ ശതാധിപൻ്റെ ഈ വർത്തമാനവും ഈ ശൈലിയും കണ്ട ഈശോ പറയുകയാണ്, ഇസ്രായേലിൽ ആരിലും ഇതുപോലത്തെ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഈശോ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് 4 പേരുടെ മുമ്പിൽ. ഇതുപോലത്തെ വിശ്വാസം ഞാൻ ആരിലും കണ്ടിട്ടില്ല. ഇതുപോലത്തെ വിശ്വാസം. ആ വിശ്വാസത്തിന് 2 ഗുണമുള്ള. ഒന്നാമത്, ഭൃത്യനു വേണ്ടി കർത്താവിനെ തേടി വന്നു, കരുണ, ആർദ്രത. 2, കർത്താവിൻ്റെ അധികാരത്തെ അതിമനോഹരമായി ഏറ്റുപറഞ്ഞു. ഈ 2 ശൈലി ചേരുമ്പോഴാണ് വിശ്വാസം മാറ്റുള്ളതാകുന്നത്. ഈ 2 ശൈലിയും ചേരുമ്പോൾ, ചിലരുണ്ട് കരുണാപ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ കർത്താവിന് നൽകേണ്ട മഹത്വം, ഏറ്റുപറയേണ്ട അവൻ്റെ അധികാരം പറയില്ല. അപ്പോൾ വിശ്വാസത്തിന് മാറ്റു കുറയുന്നു. 2, ചിലരുണ്ട് മുഴുവൻ സമയവും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും, പക്ഷേ നമ്മൾക്ക് വിളുമ്പിൽ വസിക്കുന്നവരോട്, സങ്കടങ്ങളിലായിരിക്കുന്നവരോട് കരുണയുടെ ഒരു കണ്ണോടുകൂടി അവരെ നോക്കാൻ കഴിയാതെ പോകുന്നു. വിശ്വാസത്തിന് മാറ്റില്ല. ഇതുപോലൊരു വിശ്വാസം ഇസ്രായേലിൽ ആരിലും കണ്ടില്ലെന്ന് ഈശോ ഏറ്റുപറഞ്ഞതുപോലെ ഒരിക്കൽ നമ്മളെ നോക്കി ഏറ്റുപറയാൻ തക്ക വിധം അധികാരമുള്ളവന് മഹത്വവും ബലഹീനരുടെ മേൽ കരുണയും നമുക്കൊരേ സമയം പ്രകടിപ്പിക്കാൻ കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായി, നിൻ്റെ അധികാരത്തെ, നിൻ്റെ അധികാരമുള്ള കരത്തെ, നിൻ്റെ മഹത്വത്തെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാ കാലവും ഇടതടവില്ലാതെ ഏറ്റുപറയട്ടെ. ആ ഏറ്റുപറച്ചിൽ നിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നുള്ള വിചാരത്തോടെ സഹോദരങ്ങളിലേക്ക് കരുണയോടെ, ആർദ്രതയോടെ എത്തിച്ചേരാൻ ഞങ്ങൾ ഇനിയും ഉപകരണങ്ങളാക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.